बोलते हैं संगरेज़े आपके इशारे से, देखे हैं शजर चलते आपके इशारे से, देखे हैं बिस्मिल्लाहि अलीमिल कुदरति वश्शान शदीदिल बत्शी वल बुरहान हाफिज़ुद्दीन वल कुरआन बिस्मिल्लाहि मा शा अल्लाहु कान बिस्मिल्लाहि मा शा अल्लाहु कान बिस्मिल्लाहि मा शा अल्लाहु कान वमा लम यशा लम यकुन ला हौला वला कुव्वता इल्ला बिल्लाह अलैहि तवक्कलतु व इलैहि उनीब रब्बि इश्रह ली सदरी व यस्सिर ली अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली या रब्बि बिल मुस्तफ़ा बल्लिग़ मक़ासिदना वअफ़िर लना मा मज़ा या वासिअल करमी। ബഹുമാന്യരായ പണ്ഡിതന്മാർ, നല്ലവരായ സഹോദരങ്ങളെ, സഹപ്രവർത്തകർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ കർമ്മങ്ങളെ അവൻ ഇഷ്ടപ്പെട്ട അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിക സംസ്കൃതിയുടെ ഒരുപാട് പൈതൃകങ്ങൾ പെയ്തിറങ്ങുന്ന ഈ ചാലിയം, നൂറ്റാണ്ടുകളുടെ സംസ്കാരവും ഇസ്ലാമിക സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വികാരവും തുടിച്ചു നിൽക്കുന്ന ഈ പ്രദേശം, മഹാരഥന്മാരായ ആലിമീങ്ങളും സയ്യിദന്മാരും നടന്നു നീങ്ങിയ ഈ പ്രദേശം, ഔലിയാക്കളും അഖ്താബുകളും ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം, ആ പ്രദേശത്ത് ഇസ്ലാമിക സമൂഹം ഒത്തുകൂടിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ബറക്കത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രാസ്ഥാനികമായി, ആദർശപരമായി, ആശയപരമായി ഞങ്ങളോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ടാവും. വിവിധ മതസ്ഥരും മതമില്ലാത്തവരുമുണ്ടാവും. മുഴുവൻ ആളുകളും മനുഷ്യർ എന്ന വീക്ഷണത്തിൽ ഒരുപോലെയാണ് എന്നതുകൊണ്ട് ഇസ്ലാം മനുഷ്യനു വേണ്ടി മനുഷ്യന്റെ സൃഷ്ടാവ് അനുവദിച്ചു തന്ന ജീവിത പദ്ധതിയാണ് എന്ന കാരണം കൊണ്ട് നിഷ്പക്ഷമായി നമ്മുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുകയും സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുന്നവ മാത്രം അംഗീകരിക്കുകയും അബദ്ധങ്ങൾ തിരുത്തിത്തരുകയും ചെയ്യണമെന്ന ആമുഖത്തോടെ വളരെ ചുരുക്കി ഏതാനും കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ലോകം കേവലം ഒറ്റപ്പെട്ട ഗോളമല്ല. ഈ ഭൂമി ലോകത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രഗോളമടക്കം നമ്മുടെ അയൽവാസികളായി ലോകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചൊവ്വയും വ്യാഴവും നെപ്റ്റ്യൂട്ടനും ശനിയുമടക്കം വിശാലമായ ഒട്ടുവളരെ ഗ്രഹങ്ങളുടെ സംഗമ ഭൂമിയാണ് ഈ അനന്തമായ പ്രപഞ്ചമെന്ന് പറയുന്നത്. സൗരയൂഥ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സിയും ഗാലക്സി കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന മിൽക്കിവേയുമടക്കം അനന്തമായ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾ,
മതമുള്ളവരും മതമില്ലാത്തവരുമായ സഹോദരങ്ങൾ ഈ ചോദ്യത്തിന്റെ മറുപടി കണ്ടെത്തണം. നിങ്ങൾ നിൽക്കുന്ന ഭൂമിയും ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥ കുടുംബവും സൗരയൂഥ കുടുംബം ഉൾക്കൊള്ളുന്ന ഗാലക്സി കുടുംബവും ഗാലക്സി ഉൾക്കൊള്ളുന്ന അനന്തമായ ഈ പ്രപഞ്ചവും എങ്ങനെയുണ്ടായി? ഒരുപാട് നിഗമനങ്ങൾ ചരിത്രത്തിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലേറ്റസ്റ്റായി നിലനിൽക്കുന്ന 3 പ്രധാനപ്പെട്ട മറുപടികളുണ്ട് ശാസ്ത്രത്തിന്. ഒന്നാമത്, ഈ കാണുന്ന അനന്തമായ പ്രപഞ്ചം വിശാലമായൊരു ശൃംഖായിരുന്നു, ഒരു വലയമായിരുന്നു. ആ വലയത്തിനകത്ത് ഒരുപാട് പദാർത്ഥങ്ങൾ വായുരൂപത്തിലുണ്ടായിരുന്നു. വായുരൂപത്തിലുണ്ടായിരുന്ന ആ പദാർത്ഥങ്ങൾക്കിടയിൽ യാദൃച്ഛികമായി ഒരു ചലനമുണ്ടായി. ആ ചലനത്തിന്റെ ഫലമായി വായുരൂപത്തിലുള്ള പദാർത്ഥങ്ങൾ ചെറിയ ഗോളങ്ങളായി രൂപാന്തരപ്പെട്ടു. അതൊന്നു ശരിയും മറ്റൊന്ന് വ്യാഴവും മറ്റൊന്ന് ചൊവ്വയും മറ്റൊന്ന് നെപ്റ്റ്യൂട്ടനും ഒക്കെയായി പരിണമിച്ചു. അങ്ങനെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഭൂമി ലോകം ഉണ്ടായത് എന്ന് ഒരഭിപ്രായമുണ്ട്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഈ അനന്തമായ പ്രപഞ്ചം അനാദിയായിരുന്നു. ഇല്ലാത്തൊരു കാലഘട്ടം അതിന് കഴിഞ്ഞുപോയിട്ടേ ഇല്ല എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. മൂന്നാമതൊരു വിഭാഗം, ലോകത്തോട് ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാര് പറയുന്നത് അനന്തമായി പ്രപഞ്ചം ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഗോളമായിരുന്നു. ആ ഗോളത്തിനകത്ത് യാദൃച്ഛികമായൊരു പൊട്ടിത്തെറിയുണ്ടായി. ആ പൊട്ടിത്തെറിയുടെ പരിണാമമായി ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ആ കാണുന്ന ഗോളം കഷ്ണങ്ങളായി ചിതറി വീണു. ആ ചിതറി വീണത് നെപ്റ്റ്യൂട്ടനും ശനിയും വ്യാഴവുമായി രൂപാന്തരപ്പെട്ടു. അങ്ങനെയാണ് സൗരയൂഥ കുടുംബവും പ്രപഞ്ചവും ഉണ്ടായത്. ഈ 3 മറുപടികളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു സൃഷ്ടാവിന്റെ ആവശ്യം നമുക്ക് കടന്നു വരുന്നുണ്ടോ എന്നാണ്. വളരെ നിഷ്പക്ഷമായി സാവധാനം എന്റെ പ്രസംഗം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആമുഖമായി അപേക്ഷിക്കുന്നു. ഞങ്ങളോട് യോജിക്കുവാനും വിയോജിക്കുവാനുമുള്ള അവകാശം അനുവദിച്ചു തന്നുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിലേക്ക് കടക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആദ്യത്തെ മറുപടിയിലേക്ക് നമുക്ക് കടന്നു വരാം. അനന്തമായ ഈ പ്രപഞ്ചം പദാർത്ഥ രൂപത്തിലുള്ള വായു രൂപത്തിലുള്ള പദാർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശൃംഖായിരുന്നു. ആ ശൃംഖിനകത്ത് യാദൃച്ഛികമായി ഒരു ചലനമുണ്ടായി. ആ ചലനത്തിന്റെ ഫലമായിട്ടാണ് വിവിധ രൂപത്തിൽ രൂപാന്തരപ്പെട്ട് ഗോളങ്ങളായി സൗരയൂഥ കുടുംബം ജനിച്ചത് എന്ന് പറയുന്നവരോട് നമുക്കൊരു ക്വസ്റ്റ്യനുണ്ട്. ആ പദാർത്ഥ രൂപത്തിലുള്ള ശൃംഖുണ്ടായിരുന്നല്ലോ, അതിനകത്ത് എങ്ങനെയാണ് ആദ്യത്തെ ചലനമുണ്ടായത്? ആ ചലനത്തിന്റെ കാരണമെന്താണ്? അതിന്റെ സൃഷ്ടാവാരാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ പദാർത്ഥ രൂപത്തിലുള്ള വലയമുണ്ടായിരുന്നല്ലോ നേരത്തെ, ആ ശൃംഖിന്റെ സൃഷ്ടാവാരാണ്? ഈ 2 ചോദ്യത്തിന് അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക് മടങ്ങുകയല്ലാതെ ശാസ്ത്രത്തിന് നിർവാഹമില്ല. രണ്ടാമത്തെ മറുപടിയിലേക്ക് കടക്കാം. അനന്തമായ ഈ പ്രപഞ്ചം അനാദിയായിരുന്നു. ഇല്ലാത്തൊരു കാലഘട്ടം ഇതിന് കഴിഞ്ഞുപോയിട്ടില്ല. അതേ ശാസ്ത്രം പക്ഷേ ഒരു കാര്യം സമ്മതിക്കുന്നു, ഓരോ സെക്കൻഡിലും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. വികസനം, വലുതാവലെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോ എന്റെ മുന്നിൽ ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്നുണ്ട്. ഒരു 15 വർഷം കഴിഞ്ഞ് ഞാനിവിടെ പ്രസംഗിക്കാൻ വരുമ്പോ ആ കുട്ടി വികസിച്ചിരിക്കും, വലുതായിരിക്കും. അതേ ആ കുഞ്ഞിന്റെ കൈയിന്റെ നീളം ഇപ്പോൾ 1/2 മീറ്റർ ആണെങ്കിൽ 15 വർഷം കഴിഞ്ഞ് ഞാൻ വരുമ്പോ അത് 1.25 മീറ്ററായി വർദ്ധിച്ചിരിക്കും. എന്താണ് ഒരു വർധനവ് എന്ന് പറയുന്നത്? നേരത്തെ ഈ കുഞ്ഞിന്റെ കൈകളിൽ ഇല്ലായിരുന്ന കുറെ കാൽസ്യങ്ങളും കുറെ പോഷക ഘടകങ്ങളും കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കടന്നു വന്നു. ആ കടന്നു വന്നതിന്റെ ഫലമായിട്ടാണ് കുഞ്ഞിന്റെ കൈ വികസിക്കുന്നതെങ്കിൽ ഈ അനന്തമായ പ്രപഞ്ചം ദൈനംദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ശാസ്ത്രത്തിന് ആ വികസനത്തിന് കളമൊരുക്കും വിധം ഈ പ്രപഞ്ചത്തിലേക്ക് പുറമേ നിന്ന് വസ്തുക്കൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയല്ലാതെ മാർഗമില്ല.
മൂന്നാമത്തെ മറുപടി, ഈ അനന്തമായ പ്രപഞ്ചം ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഗോളമായിരുന്നു. ആ ഗോളത്തിനകത്ത് ശക്തമായൊരു പൊട്ടിത്തെറിയുണ്ടായി. ആ പൊട്ടിത്തെറിയുടെ പരിണാമമായിട്ടാണ് ഈ കാണുന്ന ഭൂമിയും സൂര്യനും ചന്ദ്രനുമൊക്കെ രൂപപ്പെട്ടു വന്നത് എന്ന മറുപടി വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഇന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ, ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം അത് ഒട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. ഫഫത്തഖ്നാഹുമാ, നാമാണ് ഒരു ബിഗ് ബാഗിലൂടെ അത് പൊട്ടിത്തെറിപ്പിച്ച് കഷ്ണങ്ങളാക്കി മാറ്റിയത് എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് നാം ആ തിയറി അംഗീകരിക്കുന്നു. ശാസ്ത്രം നാളെ അത് തിരുത്തി പറഞ്ഞു എന്ന് വരാം. ശാസ്ത്രം ഇന്ന് പറയുന്നത് നാളെ തിരുത്തി പറയുന്നതാണ്. ശാസ്ത്രത്തിലെ അവസാനത്തെ അഭിപ്രായം അവസാന മനുഷ്യൻ പറയുന്നതാണ്. ശാസ്ത്രത്തിന് ഒരിക്കലും അവസാന സത്യം കണ്ടെത്തുക സാധ്യമല്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകിയത് കൊണ്ട് നാം അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് ആ വലിയ പൊട്ടിത്തെറിക്ക് കാരണമെന്താണ്? അമേരിക്കയിലെ പ്രഗത്ഭരായ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നതന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഭൂമി ലോകത്തിൽ 14 കിലോമീറ്റർ താഴേക്ക് ടെസ്റ്റ് ട്യൂബ് ഇറക്കി വെച്ച് ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ സംഘട്ടനമുണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ആദ്യത്തെ സ്ഫോടനമുണ്ടായത്, ബിഗ് ബാഗിന്റെ കാരണമെന്ത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഗോളം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന്റെ മറുപടി, ആ ഗോളത്തിന്റെ സിട്ടാവാരി എന്ന മറുപടിക്ക് ദൈവം എന്നല്ലാതെ ശാസ്ത്രത്തിന് മറുപടിയില്ല. ഞാനിവിടെ ചോദിക്കുന്നത്, പ്രപഞ്ചമുണ്ടെന്ന് സമ്മതിക്കുന്നതിന് ആ പ്രപഞ്ചത്തിന്റെ സിട്ടാവിനെ അംഗീകരിക്കുകയല്ലാതെ മാർഗമില്ല. ആ സിട്ടാവിന്റെ സൃഷ്ടികളാണ് ഈ കാണുന്ന നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളായ നാം ഭൗമലോകത്തെ ഈ പ്രപഞ്ചത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് പ്രധാനമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓർത്തു നോക്കൂ, നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വസ്തുക്കളും അതിന് വ്യക്തമായ ഒരു റൂട്ട് ലഭിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അപകടകാരിയായി പരിണമിക്കുന്നത് കാണാം. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ലൈറ്റ് പെട്ടെന്ന് ഓഫായി പോയ സമയത്ത് പെട്ടെന്ന് ഒരു മെഴുകുതിരിക്ക് തീ കൊളുത്താൻ തന്റെ കീശയിൽ കിടക്കുന്ന ഒരു ചെറിയ തീപ്പെട്ടി ഉരസുമ്പോൾ ആ തീപ്പെട്ടി എന്ന് പറയുന്ന ശാസ്ത്രീയ സത്യം സ്വാഭാവികമായും നമുക്ക് ഗുണകരമായി വരുന്നു. അതേ സമയത്ത് ഈ പ്രസംഗത്തോട് വിദ്വേഷം വരുന്ന ഒരു ചെറുപ്പക്കാരൻ സത്യാസത്യങ്ങളിലേക്ക് കടന്നു വരാതെ പെട്ടെന്ന് ഈ പന്തലിന് തീ കൊളുത്തുന്നതിന് വേണ്ടി അതേ തീപ്പെട്ടിക്കൊള്ളി ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് അപകടകാരിയായി വരുന്നു. ഒരേ സാധനം ഉപയോഗപ്പെടുത്തുന്നതിന്റെ അനുസരിച്ചുകൊണ്ട് അതിന്റെ ഉപയോഗമനുസരിച്ചുകൊണ്ട് ഗുണവും ദോഷവുമായി പരിണമിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഈ പ്രപഞ്ചത്തിലെ ഉപഭോഗ വസ്തുക്കളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിന് വ്യക്തമായൊരു കാറ്റലോഗ് ആവശ്യമാണ്. ആ കാറ്റലോഗ് ആര് നൽകണം? ആ കാറ്റലോഗ് നൽകേണ്ടത് മനുഷ്യനായിരിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ മനുഷ്യേതരനായിരിക്കണം. ഞാൻ ചോദിക്കുന്നു, മനുഷ്യന് കാറ്റലോഗ് നിർമ്മിക്കുന്നുവെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾക്കും എനിക്കും മനുഷ്യ സമൂഹത്തിലെ ഉന്നതന്മാരെന്ന് അവകാശപ്പെടുന്ന നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം ദൂരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്? ശാസ്ത്രലോകം ഇപ്പോഴും പറയുന്നത് ഒന്നാം ആകാശമെന്ന് പറയുന്ന വസ്തുത പോലും ഇല്ലെന്നാണ്. ഇല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചത്തെ മുഴുവനും ഞങ്ങൾ കണ്ടു, പ്രപഞ്ചത്തിന്റെ അവസാന കോട് വരെ ഞങ്ങൾ എത്തി, അവിടെ എവിടെയും നമുക്ക് ആകാശത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ആകാശമില്ലെന്ന് ശാസ്ത്രം പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. അതേസമയത്ത് ശാസ്ത്രം പറയുന്നത് എന്താണ്? എന്റെ നാട്ടിലേക്ക് മഞ്ചേരിയിലേക്ക് പുറപ്പെടുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം കൊണ്ടൊട്ടി വരെ പോയിട്ട് പറയുന്നത് മഞ്ചേരി ഇല്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഇതുപോലെ ശാസ്ത്രം പുതിയ 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 ഗ്രഹങ്ങളെ തേടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒന്നാം ആകാശത്തിന്റെ അകത്തുള്ള ഗ്രഹങ്ങളിലേക്ക് പോലും നമ്മുടെ പഠനം എത്തിയിട്ടില്ല. ഇപ്പോഴാണ് ശാസ്ത്രം പറയുന്നത് ആകാശമില്ലെന്ന്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതിന് വളരെ വലിയ പരിമിതികളുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ കാണുന്ന വായുമണ്ഡലത്തിൽ ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ നിങ്ങൾ പഠിച്ചിരിക്കുന്ന വളരെ ഊർജങ്ങളുണ്ട്. ആ ഊർജങ്ങൾക്കിടയിൽ സംഘട്ടനം നടക്കുമ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്നത്. ശക്തമായ ഒരു കാറ്റ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു വന്നു. കടൽ കാറ്റ് അനുഭവപ്പെടുന്നവരാണല്ലോ നിങ്ങൾ. ഈ കാണുന്ന പന്തൽ തകർന്നു പോകുന്നു സങ്കല്പിക്കുക. ഇവിടെ വലിയൊരു സംഘട്ടനം വായുമണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണിന് മുന്നിൽ വെച്ചാണ്
ആ സംഘടന നടക്കുന്നത്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഈ കേസിലെ പ്രതി ആരാണ്? ഓക്സിജനാണോ, ഹൈഡ്രജനാണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന ചോദ്യത്തിന്റെ മറുപടി 0 ആണ്. നമ്മുടെ കണ്ണിന് മുന്നിൽ വെച്ച് നടക്കുന്ന ശക്തമായ സംഘടനത്തെക്കുറിച്ച് പോലും അറിയാനും കാണാനുമുള്ള കഴിവ് പ്രബുദ്ധനെന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ ഇതുവരെ നേടിയെടുത്തിട്ടില്ല എന്നതാണ് സത്യമെങ്കിൽ, ഞാൻ പറയുന്നത് മനുഷ്യന് പരിമിതനാണ്. ആ പരിമിതമായ അറിവ് കൊണ്ട് അനന്തമായി പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ ചലനങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യവർഗത്തിന്റെ പുരോഗമന മാർഗരേഖ കണ്ടെത്തുക സാധ്യമല്ല. ഇവിടെയാണ് മനുഷ്യൻ മനുഷ്യേതരനായ ഒരു സിട്ടാവിന്റെ നിയമത്തെ അനുസരിക്കേണ്ടി വരുന്നത്. ആ നിയമത്തിനാണ് മതം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ ലളിതമായി അത് പഠിപ്പിച്ചു. മനുഷ്യ സമൂഹമേ, നിങ്ങൾക്ക് വന്നാൽ നിങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഭൂമിയെയും ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥത്തെയും സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി കുടുംബത്തെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എന്നിൽ നിന്ന് വന്നാൽ, അൽ ഹുദ ജീവിത ദർശനം വന്നാൽ, ഹുദായ ആരെങ്കിലും എന്റെ മാനിഫെസ്റ്റോ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടാനില്ല, ഫലാഹും യഹ്സനൂൻ, അവർക്ക് ഖേദിക്കേണ്ടി വരികയുമില്ല. അതേസമയം ഫമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും എന്റെ തിയറിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഫഇന്ന ലഹു മഈശത്തുൻ വങ്ക, അവന് കുടുസായ ജീവിതമാണ് വരാനിരിക്കുന്നത്. എന്റെ നല്ലവരായ മനുഷ്യ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും ഭൗമലോകത്തെ പുരോഗമനപരമായ ജീവിതത്തിന്റെ മാർഗരേഖ കണ്ടെത്താൻ സാധിക്കില്ല. സാധിക്കാത്തത് കൊണ്ടാണ് മനുഷ്യനിർമ്മിത തിയറികളൊക്കെ സ്വന്തം ജന്മനാട്ടിൽ 70 വർഷം കൊണ്ട് ചരമമടയുന്ന അബദ്ധാവിശേഷം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശില്പിയായ ഗാന്ധിജിയും നെഹ്റുവും ചാച്ചയുമൊക്കെ മോശക്കാരായതുകൊണ്ടല്ല രാജ്യത്തിന്റെ ഭരണഘടന മാറ്റിയെഴുതേണ്ടി വന്നത്. അവരൊക്കെ മനുഷ്യരായിരുന്നു, പരിമിതരായിരുന്നു. എന്നാൽ അനന്തകോടി പ്രപഞ്ചത്തെ മുഴുവനും ഇപ്പോഴും സൃഷ്ടിച്ചു പരിപാലിച്ചു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ത്രികാലജ്ഞാനിയും അവയുടെ മുഴുവനും കഴിവിന്റെ ഉടമസ്ഥനുമായ സിട്ടാവ്, മനുഷ്യ ഇന്ന റൂട്ടിലൂടെ നിന്റെ ജീവിതത്തെ നയിച്ചാൽ നിനക്കും ഭൗമലോകത്തിനും പ്രപഞ്ചത്തിലെ സകലമായ വസ്തുക്കൾക്കും പുരോഗമനമാണ്. ഇന്ന മാർഗത്തിലൂടെ നീ മുന്നോട്ട് പോയാൽ അപകടകരമായ അവസ്ഥാവിശേഷം പതിയിരിക്കുന്നു എന്ന് നിർദ്ദേശിക്കുമ്പോൾ ആ നിർദ്ദേശത്തിന് അനുസരിക്കുന്നവനാണ് ബുദ്ധിജീവി. ആ അനുസരിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഈ അനുസരണത്തെ, ഈ അംഗീകാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹ സൃഷ്ടിപ്പിന് അള്ളാഹു എന്താണ് മാർഗം സൃഷ്ടിച്ചത്? മനുഷ്യന്റെ ജീവിക്കേണ്ട മാർഗരേഖ മനുഷ്യന് പഠിപ്പിക്കാൻ അള്ളാഹു ഒരിക്കലും പ്രപഞ്ചത്തിൽ അവതരിക്കുകയല്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, മനുഷ്യ ദൈവങ്ങളുടെ കൂമ്പാരമാണ് കേരളത്തിൽ, ഇന്ത്യയിലും നമ്മുടെ രാജ്യത്തെമ്പാടും. ദൈനംദിനം മനുഷ്യ ദൈവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും വിവേകവും നിലനിൽക്കുന്ന കാലത്തോളം ഒരമ്മയുടെ മെൻസസ് കുടിച്ച് വളരുകയും അമ്മയുടെ ജനനേന്ദ്രിയത്തിലൂടെ പുറത്തു വരികയും അമ്മയുടെ മടിത്തട്ടിൽ മൂത്രമൊഴിച്ച് കാട്ടമൊഴിച്ച് അവസാനം രോഗിയായി മരിക്കുകയും ചെയ്യുന്ന, ഡോക്ടർക്കാരെ കാണിക്കേണ്ടി വരുന്ന, ഒരു പോലീസ് സെക്യൂരിറ്റി തേടേണ്ടി വരുന്ന ഒരാളെയും ദൈവമായി എന്നെക്കാൾ ഉന്നതനായി സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ, ദൈവീകത എന്ന് പറയുന്നത് പുതിയ കാഴ്ചപ്പാടുകൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം വേദനാജനകമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടതില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ, നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങൾ, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും തന്റെ ദൈവിക വീക്ഷണത്തെക്കുറിച്ച് പുനരാലോചന നടത്തേണ്ടതില്ലേ? മനസ്സറിഞ്ഞ് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളും ഞാനും വിശ്വസിക്കുന്ന അള്ളാഹു അല്ലെങ്കിൽ ദൈവം, ആ ദൈവത്തെ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തെ നിങ്ങളുടെ സംരക്ഷകരായി കാണാൻ സാധിക്കും വിധമാണോ നിങ്ങൾ സങ്കല്പിച്ചിട്ടുള്ളത്? നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യന്റെ സഹായം തേടുന്ന, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ നിന്ന് ചികിത്സ തേടുന്ന, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യന്റെ ഗർഭാശയത്തിൽ ജനിക്കുന്ന, നിങ്ങളെപ്പോലുള്ളൊരു അമ്മയുടെ മെൻസസ് കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന, രോഗിയായി പ്രായമായി തളർന്നു മരിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയെ ദൈവമായി സങ്കല്പിക്കുന്നതിനേക്കാൾ പടുവിഡിത്തം ഭൂമി ലോകത്ത് മറ്റെന്തിനാണുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബുദ്ധിപരമായി ആലോചിക്കണം. ഞാൻ ആരെയും വേദനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തിലെ പ്രബലരായ ബുദ്ധിജീവികളായ വലിയൊരു വിഭാഗം ആളുകളുടെ വീക്ഷണം എന്താണ്? ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ എന്റെ കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എണീറ്റുപോയി. ഞാൻ കരുതി എന്റെ പ്രസംഗത്തിന്റെ മേട്ട
റൈറ്റർ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമെന്ന്. അദ്ദേഹം പോകുന്നതിന് വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ ചിത്രവുമായി അദ്ദേഹം വീട്ടിലെത്തുകയാണ്. നേരെ അദ്ദേഹം തന്റെ വീട്ടുമുറ്റത്ത് പറമ്പിൽ ഒരു കല്ല് കിടപ്പുണ്ട്. തന്റെ വീട്ടിലിരുന്ന പട്ടികൾ മൂത്രമൊഴിച്ചിരുന്ന ആ കല്ലിന്റെ ചാരത്ത് പോയി ഒരു കഷ്ണം അദ്ദേഹം മുറിച്ചെടുത്തു. തന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആ ചിത്രത്തെ ആ കല്ലിൽ അദ്ദേഹം ഭംഗിയായി കൊത്തിയെടുത്തു. ഫിനിഷിംഗ് വർക്ക് ചെയ്തു, പെയിന്റിംഗ് ചെയ്തു. നേരെ ചാലിയത്തെ കടയിലെത്തി. കടക്കാരൻ അദ്ദേഹം 250 രൂപയ്ക്ക് വിൽക്കുകയാണ്. കടക്കാരൻ അത് 300 രൂപയ്ക്ക് ഈ രാജ്യത്തിൽ ഒരു സാധാരണക്കാരന് നൽകുന്നു. 3 ദിവസത്തെ കൂലി കൊണ്ട് പണം കൊടുത്തുകൊണ്ട് 300 രൂപയ്ക്ക് ഈ കരിങ്കൽ കഷ്ണവുമായി വീട്ടിലേക്ക് പോകുന്ന ഒരു സഹോദരനോട് അവ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അനന്തകോടി മനുഷ്യ സമൂഹത്തിന് മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിട്ടാവിന്റെ പരുവത്തിലേക്ക്, ആ സ്ഥാനത്തിലേക്ക് ഈ കല്ലിനെ കാണണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ചൊവ്വാഗ്രഹത്തിൽ ഒരു ഫാക്ടറിയുടെ നിർമ്മാണത്തെക്കുറിച്ച് വാചാലനാകുന്ന മനുഷ്യന്റെ വിലപ്പെട്ട ബ്രെയിൻ ഈ കാണുന്ന എന്റെ പേരുള്ള ഒരു സുഹൃത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഒരു ചിത്രത്തെ അവന്റെ വീട്ടിലെ പട്ടികൾ മൂത്രമൊഴിക്കാറുണ്ടായിരുന്ന കല്ലിൽ കൊത്തിയെടുക്കുകയും ആ കൊത്തിയെടുത്തത് ഫിനിഷ് ചെയ്ത് അവനെപ്പോലെയുള്ള ഒരു സാധാരണക്കാരന്റെ കടയിൽ വിൽക്കുകയും കടക്കാരൻ 50 രൂപ ലാഭത്തിന് വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുവിന്റെ മുന്നിൽ ഈ കാണുന്ന ചൊവ്വാഗ്രഹത്തിലെ ഫാക്ടറിയുടെ നിർമ്മാണത്തെക്കുറിച്ച് വാചാലമായി ചിന്തിക്കുന്ന മനുഷ്യന്റെ ബ്രെയിൻ കുനിച്ചു കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഒരു വീക്ഷണത്തോട് യോജിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നതിനാണ് ഞാനിത് പറയുന്നത്. എന്റെ മറ്റൊരു വിഭാഗം സഹോദരങ്ങളുണ്ട്, അവരോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ അവർക്കും ചിന്തിക്കുവാനുള്ള അവകാശമുള്ളത് കൊണ്ട് സ്വതന്ത്രമായൊരു വീക്ഷണം ഞാൻ അവരുടെ മുന്നിൽ സമർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിച്ചു നോക്കൂ. എന്റെ വീട് പണിക്ക് വേണ്ടി കുറെ സിമെന്റും കല്ലും കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏതാനും കമ്പികൾ ബാക്കി വന്നു. ആ കമ്പി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് കൗശലക്കാരനായി ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഉടനെ ആ കമ്പി തലങ്കും വിലങ്ങുമായി വെച്ചു. എന്നിട്ട് ഭംഗിയായി അത് സിമെന്റ് കൊണ്ട് മോഡിഫൈ ചെയ്തു. എന്ന് നേരെ ഞാൻ കൊണ്ടുപോയി കടയിൽ വിൽക്കുകയാണ്. തലങ്ങും വിലങ്ങുമായി വെച്ചിരിക്കുന്ന ആ കമ്പി കടക്കാരൻ അത് 75 രൂപയ്ക്ക് സ്വീകരിക്കുന്നു. 125 രൂപയ്ക്ക് കടക്കാരൻ ഉപഭോക്താവിന് നൽകുന്ന സമയത്ത് ഈ രാജ്യത്തിലെ ഒരു ബുദ്ധിജീവിയായ മനുഷ്യന്റെ ബ്രെയിൻ അവന്റെ തലച്ചോറ് കൊണ്ടുപോയി ഈ കാണുന്ന കമ്പിയുടെ വിലങ്ങ് വെച്ച രൂപത്തിന് മുന്നിൽ കുഴിച്ചു കാണിക്കണമെന്ന് പറയുന്ന ഒരു തിയറി ഉൾക്കൊള്ളാൻ പ്രബുദ്ധനായ സഭ്യയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന് സാധിക്കുമോ? ഇവിടെയാണ് വലക്കത് കറന്ന ബനി ആദം. മനുഷ്യരെ, നിങ്ങളാണ് പ്രപഞ്ചത്തിന്റെ അധിപന്മാർ. നിങ്ങളെക്കാൾ പ്രപഞ്ചത്തിൽ യോഗ്യരായി ആരുമില്ല. ഹുലിക്കലക്കും മാഫിൽ അർളി ജമിയ. ഈ പ്രപഞ്ചത്തിലെ സകലമായ വസ്തുക്കളും നിങ്ങൾ ഉപഭോഗ വസ്തുക്കൾ മാത്രമാണ്. കരിങ്കല്ലുകൾ തലകുനിച്ച് കാണിക്കാനുള്ളതല്ല, നിന്റെ വീടിന്റെ നിർമ്മാണത്തിനുള്ളതാണ്. സിമന്റും കമ്പിയും നിന്റെ വീടിന്റെ നിർമ്മാണത്തിനുള്ളതാണ്. നിന്റെ ഉപയോഗ വസ്തുക്കളാണ്. അവയ്ക്ക് മുന്നിൽ നിന്റെ വിലപ്പെട്ട ബ്രെയിൻ കുനിച്ചു കാണിക്കേണ്ടതില്ല. മറിച്ച് നിന്നെയും നിന്നെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവിന്റെ മുന്നിലല്ലാതെ ഒരിക്കലും നിന്റെ ശിരസ് കുനിച്ച് കാണിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു തിയറി. ആ തിയറിയാണ് മാനുഷിക വികാരങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ആ തിയറിയാണ് യാഥാർത്ഥ്യങ്ങളെ ലോകത്തിന് മുന്നിൽ സമർത്ഥിക്കുന്നത്. ഞാനിത് പറയുന്നത് ഏതെങ്കിലും ഒരു മതക്കാരന്റെ വികാരത്തെ ഗുണപ്പെടുത്തണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. അവരെന്നോട് ക്ഷമിക്കുക, നിങ്ങൾക്കും നമുക്കും ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാനുഷികമായ വികാരങ്ങളുടെ കൂടെ നിൽക്കാത്ത ഒരു തിയറിയെ ഒരിക്കലും അനുസരിക്കുവാനും സ്വീകരിക്കുവാനും നവലോക സാഹചര്യത്തിൽ ജീവിക്കുന്ന ബുദ്ധിജീവികൾക്ക് സാധിക്കില്ലല്ലോ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. പിന്നെ എങ്ങനെയാണ് ഈ സൃഷ്ടാവാകുന്ന അല്ലാഹു മനുഷ്യനിലേക്ക് തന്റെ ജീവിത ദർശനത്തെ എത്തിക്കുന്നത്? ഇവിടെയാണ് സൃഷ്ടാവ് ഇടയാളിനെ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ അള്ളാഹുവിന് പ്രയാസമില്ല. എല്ലാവരുടെയും വീട്ടിന്റെ ചുമരിൽ ഭംഗിയായി അള്ളാഹുവിന് പരിശുദ്ധ ഖുർആൻ ഉല്ലേഖനം ചെയ്തു തരാൻ പ്രയാസമില്ല. ടിവിയിലൂടെ മിന്നിമറയുന്ന ഇന്നലെ നിങ്ങൾ കണ്ടതുപോലെ ഭംഗിയായി പ്രദർശിപ്പിക്കാവുന്ന രൂപത്തിൽ ഒരു സംവിധാനങ്ങളുമില്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് അവയ്ക്ക് കടന്നു വരുത്താൻ അള്ളാഹുവിന് ബുദ്ധിമുട്ടില്ല. എന്നിട്ടും അള്ളാഹു ഇടയാളിന് വെച്ചു. എന്തിന്? ആ ഇടയാളിന് മുഖേന വേണം നമുക്ക് അള്ളാഹുവിന്റെ ദർശനത്തെ അനുഭവിച്ചു പഠിക്കാൻ. ഈ അനുഭവജ്ഞാനം നമുക്ക് നൽകുന്നതിന് വേണ്ടിയോ അനന്തമായ പ്രപഞ്ചത്തെ മുഴുവനും നേരിട്ട് കണ്ട് ആസ്വദിച്ച് ബോധ്യപ്പെട്ട് അനുഭവജ്ഞാനത്തിലൂടെ പ്രപഞ്ചത്തെ നമുക്ക് പഠിപ്പിച്ചു തരുകയായിരുന്നു പ്രവാചകന്മാർ. ആ പ്രവാചക ശ്രേഷ്ഠരായ ആദം നബി അലൈഹിസ്സലാമാണ് ആദിമ മനുഷ്യനിലേക്ക് മനുഷ്യ ജീവിതത്തിന്റെ വിമോചന മാനിഫെസ്റ്റോ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിച്ച ആദം അലൈഹിസ്സലാം വഫാത്താകുന്ന സമയത്ത് തന്റെ മക്കളായി 40,000 പേർ അർമീനിയൻ പർവ്വനിരയിലുണ്ട്. ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുകയല്ല. ആദം
അലൈഹിസ്സലാമിന്റെ ശേഷം അദ്ദേഹം വഫാത്താകുമ്പോൾ നേരിട്ട് കോച്ചിങ് നൽകിയ 2 പ്രബോധകരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശീഷ് നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമും. ഈ 2 പ്രവാചകന്മാരുടെ ആവശ്യം വരുന്നത് എപ്പോഴാണ്? ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാം ഇന്ത്യ രാജ്യത്ത് ഇറങ്ങി വരികയും ബഹുമാനപ്പെട്ട ഹവ്വാ റളിയല്ലാഹു അൻഹ ജദ്ദയിൽ ഇറങ്ങുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. അവർ അറഫയിൽ വെച്ച് കണ്ടുമുട്ടി ജീവിതം ആരംഭിക്കുന്ന അർമീനിയൻ പർവ്വനിരയിലാണ്. അർമീനിയൻ പർവ്വനിരയിൽ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആളുകൾക്ക് മാറി താമസിക്കാൻ വെള്ളം ആവശ്യമാണ്. വെള്ളത്തിന് ഇന്നത്തെ പോലെ കിണർ കണ്ടെത്താനുള്ള സംവിധാനങ്ങളായിട്ടില്ല. അപ്പൊ ജലാംശങ്ങൾ നിൽക്കുന്ന നദീതടങ്ങളിലേക്ക് മനുഷ്യന്റെ ജീവിതം മാറ്റിവെച്ചു. അതുകൊണ്ടാണ് പഴയകാല സംസ്കാരങ്ങളൊക്കെ നദീതട സംസ്കാരങ്ങളായി രൂപപ്പെട്ടു വന്നത്. ആ 2 പ്രധാനപ്പെട്ട അർമീനിയൻ പർവ്വനിരയിൽ ഒഴുകുന്ന നദികളാണ്. ഒന്ന് ഗ്രീക്ക് നദിയും മറ്റൊന്ന് യൂഫ്രട്ടീസ് നദിയും മറ്റൊന്ന് ടൈഗ്രീസ് നദിയും. ഈ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്ത് 2 ഭാഗത്തായി ജനങ്ങൾ താമസിക്കാൻ തുടങ്ങി. ഇന്നത്തെ പോലെ ഫോണില്ല, മൊബൈൽ ഫോണില്ല, കത്തില്ല, സംവിധാനമില്ല, വാഹനമില്ല. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ നൽകാൻ 2 ഭാഗത്തും 2 പ്രവാചകന്മാർ ആവശ്യമായിരുന്നു. ആ 2 പ്രവാചകനാണ് ശീഷ് നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമും. വരമൊഴി എന്തെന്ന് ലോകത്തിന് പഠിപ്പിച്ച ആദ്യത്തെ പ്രവാചകനായ ബഹുമാനപ്പെട്ട ശീഷ് നബി അലൈഹിസ്സലാം, ഇരുമ്പയിൽ ലോകത്താദ്യമായി പരിചയപ്പെടുത്തിയ ഈ ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാർക്കും ശേഷം ബഹുമാനപ്പെട്ട നോഹ് നബി അലൈഹിസ്സലാമിലൂടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ, ഇസ്മായിൽ അലൈഹിസ്സലാമിലൂടെ, ഈസ അലൈഹിസ്സലാമിലൂടെ 1,40,000 വരുന്ന അല്ലെങ്കിൽ അത്രത്തോളം വരുന്ന പ്രവാചക ശൃംഖലകൾ മനുഷ്യവർഗത്തിന്റെ വിമോചന മാനിഫെസ്റ്റോ മനുഷ്യന് പഠിപ്പിക്കുകയും അത് പ്രാക്ടിക്കലി ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് അനിവാര്യമായ സകലമായ സത്യങ്ങളെയും മനുഷ്യന് പഠിപ്പിച്ച് അവരെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുകയും ചെയ്തു. 1,24,000 വരുന്ന പ്രവാചക ശൃംഖലയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. പ്രഥമ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിൽ നിന്ന് ആരംഭിച്ച് 1,24,000 വരുന്ന പ്രവാചക ശൃംഖല ലോകത്ത് പരിചയപ്പെടുത്തിയ വിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിനെ ഇന്നത്തേക്ക് പരിപൂർണമാക്കുകയാണ്. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ശേഷം ഒരു സമൂഹം വരാനില്ലെന്ന് പറഞ്ഞില്ല. ഇനി നൂറ്റാണ്ടുകൾ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കും. ആ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ കർമ്മപഥത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ പുരോഗമന മാർഗരേഖ എന്തെന്ന് കാണിച്ചു കൊടുക്കുകയും ഭൗതികവും ആത്മീയവുമായി സമൂഹത്തെ ഔന്നിത്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രായോഗികമായി ജീവിച്ചവരെ മുന്നേ നടത്തി നേതൃത്വം നൽകുകയും ചെയ്യുക എന്ന പ്രവാചകന്മാർ നിർവഹിച്ച ഈ ദൗത്യം ഇനി ആര് നിർവഹിക്കും എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ പ്രിയപ്പെട്ട സ്വഹാബികളുണ്ടല്ലോ, ഞാൻ കൂടെ നടന്ന് എന്റെ ജീവിതം പഠിപ്പിച്ചവർ, അവർ നക്ഷത്ര തുല്യരാണ്. അവരെ ആരെ നിങ്ങൾ അനുഗമിച്ചാലും നിങ്ങൾ വിജയിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബികളുടെ ജീവിത കാലഘട്ടത്തിന്റെ ശേഷമോ ആ ചോദ്യത്തിന് മറുപടി നൽകാൻ പ്രവാചകർ മറന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. എന്റെ സമുദായത്തിലെ ആലിമീങ്ങൾ എന്ന് പറയുന്നത് ബനു ഇസ്രായേലിലെ അംബിയാക്കളുടെ സ്ഥാനത്താണ്. അതായത് അവരുടെ ദൗത്യം നിർവഹിക്കുന്നവരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞങ്ങളെ അനന്തരമെടുക്കുന്നത് സമ്പത്തല്ല, മറിച്ച് വിജ്ഞാനവും ദഅവത്തുമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ ദൗത്യം നിർവഹിക്കാൻ ബാധ്യസ്ഥരായ ബഹുമാനപ്പെട്ട സ്വഹാബ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഗൗരവത്തോടെയാണോ തന്റെ ദൗത്യം നിർവഹിച്ചത് അതുപോലെ തന്നെ നിർവഹിച്ചു നമുക്ക് കാണിച്ചു തന്നു. ബഹുമാനപ്പെട്ട 4 ഖലീഫമാർ നിങ്ങൾ പഠിക്കുക, സമയമില്ലാത്തതുകൊണ്ട് കിടക്കുന്നില്ല. 4 ഖലീഫമാരുടെ ഹിസ്റ്ററിയിലേക്ക് കടന്നു വരുമ്പോ ഒരു പ്രവാചക സമൂഹത്തിൽ നിന്ന് എന്തൊക്കെയാണോ സമൂഹം പ്രതീക്ഷിച്ചത്, വഹി അല്ലാത്തത് മുഴുവനും സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ബഹുമാനരായ 4 ഖലീഫമാർ കടന്നു നീങ്ങിയത്. ഖലീഫമാർക്ക് ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ മുഴുവനും ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി 24 മണിക്കൂറും വർക്ക് ചെയ്തിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ദീനീ ദഅവത്തിന്റെ ശൃംഖലയുമായി കടന്നു വന്ന സ്വഹാബത്ത് നമുക്കതിന് ജീവിക്കുന്ന ഉദാഹരണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഹജ്ജത്തുൽ വദായിൽ വെച്ച് ഈ കാണുന്ന സ്വഹാബ
സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അലാ അൽ ബല്ലഅതു, പ്രിയപ്പെട്ട സ്വഹാബികളെ, ഞാൻ എന്റെ ദൗത്യം പൂർണ്ണമായി നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലയോ? ആ ചോദ്യം കേൾക്കാൻ 1,40,000 ശിഷ്യന്മാർ സദസ്സിലുണ്ടായിരുന്നു. ആ 1,40,000 വരുന്ന ശിഷ്യന്മാർ പക്ഷേ മക്കയിലും മദീനയിൽ ചെന്നാൽ ഇന്ന് സിയാറത്ത് ചെയ്യാൻ നമുക്ക് കിട്ടുന്നില്ല. എവിടെ പോയി ബാക്കിയുള്ളവരൊക്കെ? 10,000-ൽ താഴെ മാത്രമേ സ്വഹാബികൾ മക്കയിലും മദീനയിലുമുള്ളൂ. ബാക്കി സ്വഹാബികൾക്ക് എവിടെ പോയി എന്ന ചോദ്യത്തിന് ലോകമാണ് മറുപടി നൽകുന്നത്. അനന്തമായ കടലോരത്തിലെ നിരാന്തമായി കടന്നു വരുന്ന കടൽ തിരമാലകൾക്ക് മുന്നിൽ മാസങ്ങളോളം പായ്ക്കപ്പലിൽ മാത്രം യാത്ര ചെയ്ത് കടന്നു വന്ന് അള്ളാഹുവിന്റെ ദീനീ ദഅവത്ത് നടത്താൻ വീടും കുടുംബവും ജീവിതവും മാറ്റിവെച്ച ബഹുമാനപ്പെട്ട സ്വഹാബ റളിയല്ലാഹു അൻഹും അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ആ സ്വഹാബത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഫലമാണ് കേരളീയരായ നാം ഇന്ന് മുസ്ലിമായത്. ഇന്നനീ മിനൽ മുസ്ലിമീൻ എന്ന ആവേശത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ സ്വഹാബത്തിന്റെ ത്യാഗോജലമായ പ്രവർത്തനത്തിന്റെ പരിണിതിയായിരുന്നു. സ്വഹാബത്തിന്റെ ശേഷം കടന്നു വന്ന മഹാരഥന്മാർ പറയാൻ സമയമില്ലല്ലോ. ഒന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിത സമൂഹത്തിന്റെ ദൗത്യം എന്താണെന്ന് നമുക്ക് പഠിപ്പിക്കുകയും അത് പൂർണ്ണമായും സമൂഹത്തിൽ ജീവിച്ച് കാണിച്ചു തരികയും ചെയ്ത അനുകരണീയനായ പണ്ഡിതനാണല്ലോ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു മാത്രമല്ല, മദാഹിബിലെ മുഴുവൻ അയിമ്മത്തുകളുടെയും ചരിത്രം നമുക്കതാണ് പഠിപ്പിക്കുന്നത്. ആരായിരുന്നു ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു? 7 വയസ്സ് പ്രായമുണ്ടാകുമ്പോൾ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. അതേ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു തന്റെ 7ാമത്തെ വയസ്സ് കഴിഞ്ഞ് പഠനത്തിലേക്ക് കടന്നപ്പോഴോ 15 ലക്ഷത്തോളം വരുന്ന ഹദീസുകളാണ് മനഃപ്പാഠമാക്കിയത്. 10 ലക്ഷത്തിലേറെ ഹദീസുകളെങ്കിലും ഇമാമുന ശാഫഈ തങ്ങൾക്ക് മനഃപ്പാഠമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രസംഗം കേൾക്കുന്നത് ലാഘവത്തോടെയാണ് ദൂരെ ഇരുന്നു കൊണ്ട് നമ്മൾ. ഒരു വാക്ക് ഞാൻ ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, ബയോകെമിസ്ട്രിയോട് നിങ്ങൾ ചോദിക്കുക. ബയോകെമിസ്ട്രി പറയുന്നത് മറുപടിയുണ്ട്. മനുഷ്യന്റെ ബ്രെയിനകത്ത്, ബുദ്ധിക്കകത്ത് 3 ലക്ഷം മാറ്റർ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. 3,01,000 പഠിച്ചു പോയാൽ നേരത്തെ പഠിച്ചതിൽ നിന്നൊന്നും മറന്നിരിക്കണമെന്നാണ് ബയോകെമിസ്ട്രി പറയുന്നത്. എന്നാൽ ഈ 3,01,000 പകരം 10 ലക്ഷം ഹദീസുകളെങ്കിലും മനഃപ്പാഠമാക്കി ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. മാത്രമല്ല, ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ബയോകെമിസ്ട്രിയോട് ഓർമ്മപ്പെടുത്തുന്ന തിയറിയെ വെല്ലുവിളിച്ചുകൊണ്ട് 10 ലക്ഷം വരുന്ന ഹദീസുകളുടെ സനദുകൾ, ഏകദേശം 20 ലക്ഷത്തിലേറെ വരുന്ന മനുഷ്യരുടെ ജീവിത ഹിസ്റ്ററി പൂർണ്ണമായും പഠിക്കുകയാണ്. എങ്ങനെയാ പഠിക്കുന്നത്? വലതുഭാഗത്തേക്ക് തുപ്പേണ്ട ഒരു വ്യക്തി ഇടതുഭാഗത്തേക്ക് തുപ്പേണ്ട ഒരു വ്യക്തി വലതുഭാഗത്തേക്ക് തുപ്പിപ്പോയാൽ അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകാര്യമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്ര തവണ തുപ്പിയിട്ടുണ്ടെന്നും ആ തുപ്പിയത് വലതിലേക്കോ ഇടതിലേക്കോ എന്നും കൃത്യമായി കിട്ടും വിധം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹിസ്റ്ററി പൂർണ്ണമായും പഠിക്കുമ്പോഴാണ് ഒരു സനദ് സ്വഹീഹാണോ അല്ലേ എന്ന് ബോധ്യപ്പെടുക. അങ്ങനെ 10 ലക്ഷത്തിലേറെ വരുന്ന ഹദീസുകളുടെ സനദുകളെ പഠനത്തിന് അപഗ്രഥത്തിന് വിധേയമാക്കി ആ അപഗ്രഥിച്ചു ലഭിച്ചിരിക്കുന്ന റിസൾട്ട് വെച്ചുകൊണ്ടാണ് മദ്ഹബ് രൂപപ്പെടുത്തുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നത്, ആത്മീയമായ വിദ്യാഭ്യാസ മേഖലയിൽ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗപൂർണമായ പഠനത്തിന്റെയും അവഗാഹത്തിന്റെയും ജീവിക്കുന്ന ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, അതേ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഷയായ അറബി ഗ്രാമർ പഠിക്കുന്നതിന് വേണ്ടി 15 ലക്ഷം അറബി കവിതകളാണ് കാണാതെ പഠിച്ചത്. എന്റെ മുത്തഅല്ലിമീങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്കണം. അലിഫിയുടെ 1000 ബൈത്ത് ഒരുമിച്ചിരുന്ന് ഉസ്താദിന് ചൊല്ലിക്കൊടുത്തതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ആ ചൊല്ലിക്കൊടുത്തത് ഉസ്താദ് 3 or 4 ബൈത്ത് പഠിപ്പിക്കുമ്പോൾ സുഖമായി പള്ളിയിൽ നിന്ന് ചൊല്ലി പഠിച്ചുകൊണ്ടാണെങ്കിൽ, ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു അറബി കവിതകൾ ഗ്രാമർ പഠിക്കുന്നതിന് വേണ്ടി പഠിക്കുന്ന രൂപം എങ്ങനെയാണ്? നാടോടികളായ അറബികൾ ആടുമേച്ചു നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നാലെ നടന്നുകൊണ്ട് ആ ആടുമേച്ചുകൊണ്ടിരിക്കുന്ന അറബികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അറബി കവിതകൾ തന്റെ കയ്യിൽ ലഭിക്കുന്ന എല്ലുകളിൽ എഴുതി വെച്ച് അവ കാണാതെ പഠിച്ചാണ് ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു 15 ലക്ഷം അറബി കവിതകൾ മനഃപ്പാഠമാക്കുന്നത്. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പരിസരത്ത് ഉഹദ് മലയ്ക്ക് സമാനമായ 2 വലിയ മലകൾ ഉണ്ടായിരുന്നു, എല്ലിന്റെ മലകൾ. അദ്ദേഹത്തിന്റെ വിജ്ഞാന ശേഖരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടതായിരുന്നു അത്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലെ ചിത്രമാണിതെങ്കിൽ, അതേ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ഇബാദത്തിൽ ഇമാം
ഷാഫി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 2 തവണ വിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഓതി ഖത്മ് ചെയ്യുമായിരുന്നു, തീർക്കുമായിരുന്നു. 2 തവണ ഖുർആൻ ഖത്മ് ചെയ്യുക ഇതേ തിരക്കുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അതേ സമയത്ത് ദീനി പ്രബോധന രംഗത്തോ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഏതൊരു പ്രശ്നങ്ങളും ഷാഫി മദ്ഹബിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, തന്നെ നിങ്ങൾ ഗൗരവപൂർവ്വം പഠിക്കേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരികയല്ല. ഫോസിലുകൾ എന്ത് ക്ലോൺ ചെയ്യാൻ പോവുകയാണ്. ഫോസിലുകളിൽ ക്ലോൺ ചെയ്തു വരുമ്പോ ഈ 1500 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചിരിക്കുന്ന ദിനോറസുകൾ, ആ ദിനോറസുകൾക്ക് പുനർജന്മം വരാനിരിക്കുകയാണ്. അങ്ങനെ പുനർജന്മം ലഭിച്ചു കഴിഞ്ഞാൽ ഫറോവയെ പുനർജനിക്കാതിരിക്കുകയില്ല. ഫറോവ പുനർജനിച്ചു വരുമ്പോ അതിന്റെ വ്യക്തിത്വവും അതിന്റെ കുടുംബ ബന്ധവും അതിന്റെ പൈതൃത്വവും അതിന്റെ സ്വത്താവകാശവും ഒക്കെ നമ്മുടെ മുന്നിൽ ചർച്ചയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ ഒരു എല്ലിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചാലുള്ള മതവിധി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. ബഹുമാനനായ നമ്മുടെ സഹോദരൻ ബക്കർ ഉസ്താദ് എന്തിനു വേണ്ടിയാണ് ഭ്രാന്ത് പിടിച്ച് ഈ ഫിഖിൽ കിടന്ന് പടയുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഒരു വാക്ക് ഞാൻ പറയുന്നു. എനിക്കൊരു കാര്യം അറിയാൻ, ബക്കർ ഉസ്താദ് മാത്രമല്ല, ബക്കർ ഉസ്താദും ജന്മം നൽകിയ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാരെ പോലെയുള്ള പ്രഗത്ഭരായ ഫഖീഹുകളാണ് യഥാർത്ഥത്തിൽ ദീൻ ജീവിപ്പിക്കുന്നവർ. അവരാണ് മതത്തിന്റെ അത്താണി, അവരാണ് മതം എന്താണെന്ന് കണ്ടെത്തിയവർ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടമുള്ള ഏത് വിഷയം കൊണ്ടുവന്നോ, ഏത് ലേറ്റസ്റ്റ് വിഷയം കൊണ്ടുവന്നോ, ലോകത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന ഏത് വിഷയത്തിനും ഷാഫി മദ്ഹബിലെ ഫിഖ് വെച്ച് മറുപടി നൽകാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധിക്കും എന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പവർ കൊണ്ടല്ല. ആ വർഷാന്തരങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്കപ്പുറം ഫോസിലുകളിൽ നിന്ന് ജന്മം നൽകാനിരിക്കുന്ന ക്ലോണിംഗ് ദിനോറസിനെ കുറിച്ച് സംവദിക്കാൻ മാത്രം വിശാലമായ വിവരമായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. എങ്ങനെ അദ്ദേഹത്തിന് ഈ വിവരം ലഭിച്ചു? വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഇത് ലഭിച്ചത്. വിശുദ്ധ ഖുർആൻ പരാമർശിക്കാത്തൊരു കാര്യം ലോകത്തില്ല, കണ്ടെത്താൻ സാധിക്കുകയുമില്ല. പക്ഷെ വിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇത് നമ്മുടെ വിജ്ഞാന ശേഖരം വളർന്നു വരണം, നമ്മുടെ ബുദ്ധി വികസിക്കണമെന്ന് മാത്രം. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതികമായ വിദ്യാഭ്യാസവും ആത്മീയമായ വിദ്യാഭ്യാസവും അതോടൊപ്പം ദീനീ ദഅവത്തിലെ അദ്ദേഹത്തിന്റെ സേവനവുമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, നമുക്ക് എന്ത് വന്നാലും ഇന്ന് മറുപടി തരാൻ പ്രയാസമില്ല. അതേസമയം നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളോട് ക്ലോണിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് കണിശമായി ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് നേരിട്ട് മറുപടി നൽകാൻ സാധിക്കാത്തത് കൊണ്ട് അവയെക്കുറിച്ചൊന്നും ഖുർആനിൽ പരാമർശിക്കുന്നതായി കാണുന്നില്ല എന്ന് മറുപടി പറയേണ്ട ഒരു ഗതികേട്. ഇസ്ലാം അങ്ങനെയൊന്നും പരാമർശിച്ചിട്ടില്ല. ഇസ്ലാം പറയാൻ വിട്ടുപോയ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ തരംതാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫുഖഹാക്കളെ അവഗണിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുകയല്ല. എന്റെ നല്ലവരായ മുജാഹിദ് സുഹൃത്തുക്കളോട് എങ്ങനെ മറുപടി പറയണമെന്ന് ആലോചിക്കുന്നതിന് പകരം ഒരു മിനിറ്റ് മനസ്സ് വെച്ച് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നേതൃത്വത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. നവലോക സമൂഹത്തിന്റെ മുന്നിൽ പുതുതായി കടന്നു വരുന്ന സമസ്യകൾ നിങ്ങൾ എടുക്കുക. ആ സമസ്യകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ശാസ്ത്രീയമായ പുതിയ ഗവേഷണങ്ങളുടെ പഠനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവയ്ക്കുള്ള മറുപടി വിശദീകരിക്കാൻ സാധിക്കുമോ എന്ന് മനസ്സ് തുറന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ ഇജ്തിഹാദ് കൊണ്ട് മാത്രം വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരട്ട് തത്വശാസ്ത്രം കൈയൊഴിക്കാനുള്ള മാനസിക വികാസം ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുകയല്ല. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയമായ ശക്തി എത്രമാത്രം ഉണ്ടായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുതുബായിട്ടാണ് വഫാത്താകുന്നത്. പലപ്പോഴും നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ പോലും ആ ഭാഗം മറന്നു പോകാറുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ത്വരീഖത്തിലെ ഉന്നതമായ സ്ഥാനത്ത് ഏറ്റവും ഔന്നത്യത്തിലെത്തിയ ഖുതുബായിട്ടാണ് വഫാത്താകുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മറ്റൊരു മുഖമുണ്ടായിരുന്നു. എന്താണ് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ശ്രദ്ധേയമായ മറ്റൊരു മുഖം? പലപ്പോഴും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ പോയി രാഷ്ട്രത്തിന്റെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പടയാളികളുടെ പടത്തലവനായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം 10 ലക്ഷത്തോളം ഹദീസുകളും 15 ലക്ഷത്തോളം അറബി കവിതകളും 20 ലക്ഷത്തോളം സനദുകളും അതോടൊപ്പം വിശുദ്ധ ഖുർആനും അതോടൊപ്പം ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മതവിധികളും അതിലേറെ വിശുദ്ധ ഖുർആൻ 2 തവണ പാരായണം ചെയ്യുന്ന സ്വഭാവം, അതിനനുസരിച്ച് നിസ്കാരവും ഇബാദത്തുകളും ഇവയൊക്കെ ചെയ്യുന്ന അതേ പണ്ഡിതൻ തന്നെയാണ് രാഷ്ട്രത്തിന്റെ
രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാമിക സമൂഹത്തിലെ പടയാളികളുടെ പടത്തലവനായി മാറുന്നത്, പട്ടാളക്കാരനായി രൂപപ്പെടുന്നത് അതേ ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു ഭരണകൂടത്തിന്റെ മതവിരുദ്ധമായ വീക്ഷണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ശക്തമായി ശബ്ദിച്ചതിന്റെ പേരിൽ സ്വന്തം രാജ്യത്തിലൂടെ കൈകാലികൾ ചങ്ങലയ്ക്ക് ബന്ധിച്ചുകൊണ്ട് വലിച്ചേച്ചു കൊണ്ടുപോകുന്ന വികാരഭരിതമായ രംഗം ചരിത്രം നമ്മോട് പറയുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ആവേശം തോന്നുന്ന രംഗമുണ്ട് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു രാജ്യമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടു, തലസ്ഥാനത്ത് കൊണ്ടുപോയി. ആ തലസ്ഥാനത്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തപ്പോൾ പ്രക്ഷോഭം നടക്കും വിധം 800ഓളം വരുന്ന പണ്ഡിതന്മാർ ആ ജയിലിലേക്ക് വരുന്നു. എന്തിനാ ജയിലിലേക്ക് വരുന്നത്? ഷാഫി റളിയല്ലാഹുവിനെ വിട്ടുവയ്ക്കണമെന്ന് പറഞ്ഞൊരു ധർണ നടത്താനല്ല, മറിച്ച് മരിക്കുന്നത് വരെ അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിക്കാമല്ലോ എന്ന താല്പര്യത്തോടുകൂടി ഹനഫി മദ്ഹബിലെ പ്രഗത്ഭരായ 800ഓളം വരുന്ന പണ്ഡിതന്മാർ തന്റെ ജയിലിൽ വന്ന് അദ്ദേഹത്തിന്റെ വിധി പറയുന്നത് വരെ ജയിലിൽ വെച്ച് സബുക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ആവേശകരമായ തിളക്കമാർന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേ ഷാഫി റളിയല്ലാഹു അൻഹുവിനെ നാളെ വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിയമമനുസരിച്ച് സാധാരണ പതിവനുസരിച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റാനാണ് സാധ്യത. ആ ഒരു സാഹചര്യത്തിൽ പട്ടാളത്തിലെ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ അദ്ദേഹത്തോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? തന്റെ അവസാനത്തെ ആഗ്രഹം പരിചയപ്പെടുത്തുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, എന്റെ മുതഅല്ലിമീങ്ങളെ ചാലിയത്തെന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മഹാനായ അഹ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു, നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുന്നതിലേറെ എന്റെ പ്രസംഗം കേൾക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അവരുടെ ബർക്കത്ത് അള്ളാഹു നമ്മുടെ സദസ്സിന് നൽകുമാറാവട്ടെ. മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി ഹനഫി മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ രാജ്യത്താണ് ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് 3 പ്രധാനപ്പെട്ട ഹനഫി മദ്ഹബിലെ മസലകളിൽ സംശയം തീർക്കാറുണ്ട്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരണം. നിങ്ങൾ ഓർത്തു നോക്കൂ, മരിക്കുന്ന ഒരു മനുഷ്യൻ ആകെയുള്ള ആവശ്യം 3 മസലയിലെ സംശയം തീർക്കാൻ. ഹനഫി മദ്ഹബിലെ മുഹമ്മദ് ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ എനിക്കൊന്ന് കാണണമെന്ന് പറയാൻ മാത്രം വൈജ്ഞാനികമായ താല്പര്യവും ദിശനാപരമായ വളർച്ചയും നേടിയ മഹാരഥന്മാരായ ചരിത്രത്തിലെ തിളങ്ങി നിൽക്കുന്ന മഹാപുരുഷന്മാർ അള്ളാഹു അവരുടെ ബറക്കത്ത് നമ്മുടെ സദസ്സിന് നൽകുമാറാവട്ടെ. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ചെറുതായി മാത്രമാണ് ഞാൻ പരിചയപ്പെട്ടത്. എനിക്ക് ആയിഷ ഇമാമിനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടത്തേണ്ടതുണ്ട്. എന്റെ മുത്തഅല്ലിമീങ്ങളോട് പറയുന്ന ഹിസ്റ്ററിയിലേക്ക് ചെല്ലുക. നമ്മൾ വളരെ ചെറിയ ആളുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം പ്രഗത്ഭരായി നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തിയാൽ നമ്മൾ ഒന്നുമല്ലെന്നെങ്കിലും നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ ഭാഗം പോലും പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അത്ഭുതങ്ങളുടെയും ഒരുപാട് കറാമത്തുകളുടെയും ഒരുപാട് വിവരശേഖരണങ്ങളുടെയും ഞെട്ടിക്കുന്ന കഥകളാണ് ഷാഫി ഇമാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഹിസ്റ്ററി നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ കുറിച്ചും മാലിക് റളിയല്ലാഹുവിനെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന സത്യമാണ്, മനുഷ്യ സമൂഹത്തിന്റെ പുരോഗമനത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ, ആത്മീയ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, വിപ്ലവം, ജനസേവനം, അങ്ങനെ തുടങ്ങിയിട്ട് സമൂഹത്തിന്റെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവരുടെ മുന്നേ നടക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ചരിത്രപരമായ ദൗത്യമാണ് പണ്ഡിത സമൂഹം നിർവഹിച്ചു വന്നത്. ഇമാം ഗസാലിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. ഇമാം ഗസാലിയെ കുറിച്ച് പറയുമ്പോൾ ചാലിയത്തെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തസവ്വുഫിന്റെ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ മനുഷ്യ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ എത്തിപ്പെടുന്ന സകല മേഖലയും സൂക്ഷ്മതയുടെ പര്യായങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മഹാരഥനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ആ ഗസാലിയെ പക്ഷേ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നത് ഏറ്റവും വലിയ ഖണ്ഡന പ്രസംഗകനായിട്ടാണ്, ഏറ്റവും വലിയ യുക്തി ചിന്തകനായിട്ടാണ്, ഏറ്റവും വലിയ ശാസ്ത്രപടുവായിട്ടാണ്. ഇസ്ലാമിക വിരുദ്ധ ചേരികൾ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളെയും ബുദ്ധിപരമായി ഖണ്ഡിക്കുകയും ബുദ്ധിപരമായി ഇസ്ലാമിനെ സമർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിവിധ മതസ്ഥർക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും കെടാവിളക്കായി ജീവിച്ച മഹാപ്രതിഭയായിരുന്നു ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതേ ഗസാലി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ വിപ്ലവവും സമരവും കാണുന്നു. അതേ ഗസാലി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ പടയോട്ടത്തിന്റെ കഥകൾ കാണുന്നു. ഗസാലിയിൽ നിന്ന് താഴേക്ക് ഇമാം നബവിയിലേക്ക് ഇറങ്ങി വന്നാൽ ഇമാം
ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ താഴേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെ പൂർവികരായ ഉലമാ ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ ഓരോ പ്രസംഗങ്ങൾ ആവശ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ആ മഹാരഥന്മാരായ പണ്ഡിത പടുക്കളുടെ ജീവിത കഥകളിലേക്ക്, ജീവിത ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആവേശം തിളങ്ങുന്ന ഒരുപാട് പാഠങ്ങൾ ലഭിക്കുന്നു. എന്തിനേറെ നാം ദൂരം പോകണം? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. മഖ്ദൂം കുടുംബമെന്ന് കേൾക്കുമ്പോൾ ലോകത്തിന് മുഴുവനും പരിചയമുള്ളൊരു പദമുണ്ട്. ബഹുമാനപ്പെട്ട UAE അമീറിന്റെ മതകാര്യ ഉപദേഷ്ടാവ് അലി സൈനുൽ ആബിദീൻ, അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, സയ്യിദ് അലി സൈനുൽ ആബിദീൻ അദ്ദേഹം നമ്മുടെ കേരളത്തിലേക്ക് വന്നപ്പോ ആദ്യമായി അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്നത്, കേരളത്തിൽ ലോകപ്രശസ്തമാക്കിയ ഗ്രന്ഥമാണല്ലോ ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈൻ ഞാൻ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ ഫത്ഹുൽ മുഈന്റെ രചയിതാവിനെ എനിക്ക് സന്ദർശിക്കണം, അദ്ദേഹത്തെ എനിക്ക് കാണണം. മഖ്ദൂം എന്ന് കേൾക്കുമ്പോ ലോകം മുഴുവനും ഇന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന പേരാണ് ഫത്ഹുൽ മുഈൻ. ഫത്ഹുൽ മുഈൻ എന്ന് കേട്ട് പരിചയിച്ചവരാണ് ചാരിയത്തുകാർ. പക്ഷെ എന്താണ് ഫത്ഹുൽ മുഈൻ? ശാഫഈ മദ്ഹബിലെ അവസാന വാക്കാണ് ഫത്ഹുൽ മുഈൻ. ഫത്വ നൽകാവുന്ന ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. അതുകൊണ്ടാണ് അൽഫയും ഫത്ഹുൽ മുഈനും ഓതിയാൽ സമസ്തയുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ജനറൽ ബോഡി മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞത്. അത് കണ്ടാലല്ലാതെ ഓതിയാലെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫത്ഹുൽ മുഈനും അൽഫയും ഭംഗിയായി ഓടാൻ സാധിച്ചാൽ അള്ളാഹു നമുക്ക് ബാക്കിയൊക്കെ എളുപ്പമാക്കി തരും. ഞാനിവിടെ ഓർമ്മപ്പെടുത്തി വരുന്നത്, ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ വലിപ്പം ഒരു ദിവസം പ്രസംഗിച്ചാൽ അവസാനിക്കില്ല. അതിൽ പറയാത്തൊരു കാര്യമില്ല. നിങ്ങൾ ഏത് പുതിയ വിഷയം എടുത്തിട്ട് ഫത്ഹുൽ മുഈനിലുണ്ട്. ഫത്ഹുൽ മുഈൻ ഇല്ലാത്ത ഒന്ന് നിങ്ങൾക്ക് ഈ ചാലിയത്തുകാർക്ക് കാണിച്ചു തരാൻ കഴിയില്ല. എല്ലാം ഫത്ഹുൽ മുഈനിലുണ്ട്. ആ ഫത്ഹുൽ മുഈനാണ് ഫത്വ നൽകാനുള്ള ആധികാരിക ഗ്രന്ഥം. ആ ഫത്ഹുൽ മുഈൻ ലോകത്തിന് സമർപ്പിച്ച മഖ്ദൂം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കേരള ഹിസ്റ്ററി ആദ്യമായി ലോകത്തിന് ലഭിക്കുന്നത്. അതേ മഖ്ദൂമിൽ നിന്ന് തന്നെയാണ് ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ വീരഗാഥകൾ ജനിക്കുന്നത്. അതേ മഖ്ദൂം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇസ്ലാമിക വിരുദ്ധരും രാഷ്ട്രവിരുദ്ധരുമായ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ജിഹാദിന്റെ കാഹളം മുഴക്കിയ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിക്കുന്നത്. അതേ മഖ്ദൂം കുടുംബത്തിൽ നിന്നാണ് ആത്മീയമായ ശക്തി മനുഷ്യന് പകരുകയും മാരാരോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലിദ് ലഭിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും ലേറ്റസ്റ്റ് നിൽക്കുന്ന ചിക്കുൻ ഗുനിയയാണ്. ചിക്കുൻ ഗുനിയൊക്കെ മരുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ തർക്കമില്ല, ഇല്ല. അതേ സമയത്ത് ഇപ്പൊ തർക്കമുള്ളത് എന്താണ്? ചിക്കുൻ ഗുനിയ ബാധിച്ചിട്ടാണോ മരണപ്പെട്ടത്, അതോ ചിക്കുൻ ഗുനിയ ബാധിച്ചത് കാരണം നഷ്ടപ്പെട്ടുപോയ പ്രതിരോധ ശേഷിയുടെ നഷ്ടം കൊണ്ടാണോ മരണം സംഭവിച്ചത്? അതാണ് ഡോക്ടർമാർക്കിടയിൽ തർക്കമുള്ളത്. നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെയാണ് മുജാഹിദുകളൊക്കെ പറയാറുള്ളത്, ഏറ്റവും ചുരുങ്ങിയത് ശിർക്കാണ്, എല്ലാം ശിർക്കാണെന്നാണ് പറയാറുള്ളത്. ആ ഷിർക്ക് എന്ന് പറയുന്ന അവർക്ക് പകരം ഷിർക്കുപരമായ തെറ്റാണ് എന്നാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയാറുള്ളത്. സംഭവം രണ്ടും ഒന്നാണ്. ഷിർക്കുപരമായ തെറ്റാണ് എന്ന് പറയുന്നതും ഷിർക്കാണെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ല. അതേ സമയത്ത് ഞാൻ പറയുന്നത്, അക്ഷരം കൊണ്ട് ഓട്ടിയടക്കുന്ന ഈ ഡോക്ടർമാർക്ക് പക്ഷേ പുതിയ രോഗത്തിന്റെ മരുന്ന് നൽകാൻ സാധിക്കില്ല. അതേസമയം ഇത്തരം മാറാവ്യാധികൾ വരുമ്പോ അതിൽ നിന്ന് പരിഹാരം കണ്ടെത്തേണ്ട വഴി എങ്ങനെയെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, അത് പ്രയോഗവൽക്കരിച്ച് നമ്മുടെ രാജ്യത്തിലുടനീളം ആളുകൾ അതുകൊണ്ട് രോഗശമനം നേടിയ, അനുഭവജ്ഞാനം നേടിയ ഒരു രാജ്യക്കാരാണ് നമ്മൾ. എന്തായിരുന്നു അതോ? എല്ലാ പാപങ്ങളുടെയും കൂമ്പാരങ്ങളാണ് മനുഷ്യനെ രോഗികളാക്കി മാറ്റുന്നത്. അള്ളാഹുവിൽ നിന്ന് പരീക്ഷണങ്ങൾ വരുന്നത് മനുഷ്യന്റെ പാപക്കറകൾ കൊണ്ടാണ്. ആ പാപക്കറകൾ അള്ളാഹുവിന്റെ മുന്നിൽ സമർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ആ സമർത്ഥിച്ചുകൊണ്ട് വിതുമ്പിക്കരഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിന്റെ കരുണ വഴി നമുക്ക് വന്നിരിക്കുന്ന അദാബ് അള്ളാഹു ഉയർത്തിക്കളയും. ആ അദാബ് ഉയർത്തിക്കളയാൻ നമുക്ക് ചെയ്യേണ്ട വഴി എന്താണ്? നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പ്രായോഗിക വഴി നമ്മൾ സ്വീകരിക്കണം. അതിന്റെ പ്രായോഗിക വഴി എന്താണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിതുമ്പിക്കരഞ്ഞ് സങ്കടപ്പെടുക തന്നെ. സ്വഹാബികളൊക്കെ ചെയ്തത് അങ്ങനെയാണല്ലോ. പാപങ്ങൾ ചെയ്തു പോയ അവർ മുഴുവനും പ്രവാചകരോടാണ് സങ്കടപ്പെട്ടു പറഞ്ഞത്. സ്വഹീഹായ ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ മുഴുവനും ചെയ്തിരുന്നത്, അവർക്ക് പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസം വരുമ്പോ ആ പ്രയാസങ്ങളെ അതിജയിക്കാൻ അവർ ചെയ്തത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മനസ്സ് തുറക്കുകയാണ്. ഞാൻ ഇന്നത് പറയുന്നില്ല. ഇന്നലെ ബഹുമാനനായ എന്റെ സഹോദരൻ, കേരളത്തിന്റെ അനുഗ്രഹീതനായ നേതാവ് ബഹുമാനപ്പെട്ട അലവി സക്കാഫി അത് ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുമെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു.